ഹലോ, ഞാൻ നിങ്ങളുടെ അയാനും അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? നമ്മുടെ മൂന്നിത്തമാരുടെ തുടർച്ചയാണ് കേട്ടോ. നമ്മളിവിടെ കഥ അവസാനിപ്പിച്ച് നോക്കണ്ടോ? സഫാത്തയായിട്ട് നമ്മുടെ നായകൻ ആളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നതല്ലേ. അപ്പോൾ അവർ കാറിൽ കയറി ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് സംസാരിച്ച് തുടങ്ങിയതോടുകൂടി നമ്മുടെ കഥ അവസാനിച്ചില്ലേ. അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ എന്താ ഇത്ര തിരക്കിട്ട് പോണേ? നാളെ പോലെ അയാൾ മതിയായിരുന്നില്ലേ? സഫിയ: അമ്മായിക്ക് സുഖമില്ലാത്തയാടാ. ഇക്കയുടെ അനിയത്തി ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നേ. അവരിന്ന് പോകും, അതുകൊണ്ട് തന്നെ ഇന്ന് പോയേ പറ്റൂ. ഓക്കെ. പിന്നെ കുറച്ച് നേരത്തേക്ക് സംസാരം ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തയോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ ഇത്ത? എന്താ? നീ ചോദിക്കേ. എന്നെയും റുബീനെയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടും ഇത്ത എന്തൊന്നും പറയാനേ? ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. അങ്ങനെയല്ല, ഇത്തക്ക് ദേഷ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ആരോടും അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. റുബീനയോട് പോലും ചോദിച്ചില്ല. അത് നീ എങ്ങനെ അറിഞ്ഞു? അവൾ നിന്നെ വിളിച്ചിരുന്നോ? പറഞ്ഞത് അബദ്ധമായിന്ന് എനിക്ക് തോന്നി. പിന്നെ വിളിച്ചിരുന്നു എന്ന് സമ്മതിക്കേണ്ടതായി തന്നെ വന്നു. അപ്പോൾ നിങ്ങളിത് കുറേ കാലമായി തുടങ്ങിയിട്ടല്ലേ? സത്യമായിട്ട് ഇല്ലെത്താ. ഫോൺ വിളിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ അതാദ്യമാണ്. ഓക്കെ, വിശ്വസിച്ചിരിക്കുന്നു. നീ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക്. ഇത്ത പറഞ്ഞില്ല. എന്താ ആരോടും പറയാതിരുന്നേന്ന്? എന്താ ഞാൻ എല്ലാവരോടും പറയണമായിരുന്നോ? അയ്യോ, അത് വേണ്ട. ഓക്കെ, ഞാനൊരു പെണ്ണല്ലേ. ഭർത്താവ് അടുത്തില്ലാത്തതിൻ്റെ വിഷമം എനിക്കും നന്നായിട്ടറിയാം. ഓ, ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അതെന്താ? ഒന്നുമില്ല. ഇത്തക്ക് എതിർപ്പൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അങ്ങനെ ആര് പറഞ്ഞു? അതൊക്കെ എനിക്ക് ഇത്തയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലോ. ഓക്കെ. അവിടെ വെച്ച് സംസാരം മുറിഞ്ഞു. പിന്നെ വീണ്ടും മൗനം മാത്രം. ഒരമണിക്കൂർ കൂടി യാത്ര ചെയ്ത് ഇത്തയുടെ വീട്ടിലെത്തും. ഇത്തയുടെ സംസാരത്തിൽ നിന്നും വേഗം വളയുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ സഫിയെ പോലെ ഒരു ചരക്കിന് ആക്കം കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, ഇത്ത ഞങ്ങളുടെ അതൊക്കെ മുഴുവൻ കണ്ടായിരുന്നോ? ഇല്ല, കുറച്ച്. അതെന്താ മുഴുവൻ കാണാത്തേ? ഒന്നുമില്ല, ഇഷ്ടമായില്ലേ ഇത്താക്കി? അതുകൊണ്ടൊന്നുമല്ല. എൻ്റേതപ്പോൾ കണ്ടായിരുന്നോ? ശരിക്കും കാണാനൊന്നും പറ്റിയില്ല. അതെന്താ? അത് റുബീനയുടെ ഉള്ളിലേക്കായിരുന്നല്ലോ. പുറത്തെടുത്താലല്ലേ കാണാൻ പറ്റും. എന്താ ഇതൊക്കെ ശരിക്കും കാണണമെന്നുണ്ടോ? അയ്യോ വേണ്ടായേ. കുഴപ്പമില്ലത്ത. ഇത്ത വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ വേണോ? അത് പറ. അത് പറഞ്ഞാൽ മതി. ഇത്തയൊന്ന് മൂളി. ഞാൻ കാർ അവിടെ ആളഴിഞ്ഞൊരു ഇട്ട വഴിയിലേക്ക് കയറ്റി നിർത്തി. ഹർത്താലായതിനാൽ ആ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റും നോക്കി ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ അതങ്ങ് തുറന്ന് അതിങ്ങനെ പുറത്തെടുത്തു. അത് കണ്ടതും ഇത്തയുടെ മുഖം വിടരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇത്തയോട് ഒന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇത്ത സമ്മതിച്ചില്ല. കുറേ നിർബന്ധത്തിന് ശേഷം ഇത്ത അത് കയ്യിലേക്ക് എടുത്തു. കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ മുഴുവൻ അളന്നതിന് ശേഷം പതുക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി. ഞാൻ സീറ്റ് പുറകിലോട്ടാക്കി ചാരിക്കിടന്നു. സഫിയ ചരിഞ്ഞെൻ്റെ മടിയിലേക്കും. എന്നിട്ട് അതിങ്ങനെ വായിലേക്ക് ആക്കിയിട്ടോ. ശരിക്കും സ്വർഗം കാണാൻ തന്നെ തുടങ്ങി. ഞാൻ സീറ്റ് കുറച്ച് മുന്നിലേക്കാക്കി. എന്നിട്ട് സഫിയയുടെ ആ പർദ്ദയ്ക്ക് മുകളിലൂടെ അതൊക്കെ നല്ലവണ്ണം നാക്കി കൊടുത്തു. സ്പോഞ്ച് പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ
കുറച്ച് കഴിഞ്ഞ് ആ പരിപാടികൾ ഇങ്ങനെ തുടർന്ന് നടന്നപ്പോൾ എനിക്കൊക്കെ വരാറൊക്കെയായി. ഇങ്ങനെ വരാണ്ടിരിക്കില്ലേ, ഡ്രസ്സിലെങ്ങാനും പോയാൽ പിന്നെ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സഫിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങോട്ട് നിൽക്കട്ടോ അവള്. ഞാൻ പറഞ്ഞു, ഇപ്പം ശരിയാവില്ല, നല്ല സാഹചര്യ സമയമൊക്കെ ഒത്തുവരട്ടെ, അതുവരെ നീ ഒന്ന് കാത്തിരിക്കും. അവൾ പുറത്തേക്ക് ശരിക്കിട്ടങ്ങിരുന്നു. ഞാനത് ഉള്ളിലേക്കാക്കി അടച്ചു. പിന്നീട് വീടെത്തുന്നത് വരെ സഫിയ എന്നോടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. വീട്ടിലെത്തിയതും സഫിയത്ത ഒന്നും മിണ്ടാതെ ബാഗും എടുത്ത് കാറിൽ നിന്നും ഇറങ്ങിപ്പോയി. കാറ് വരുന്ന ശബ്ദം കേട്ട് അവരുടെ ഉമ്മ പുറത്തേക്ക് വന്നിരുന്നു. അവരെന്നോട് ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ കൂടെ അകത്തേക്ക് ചെന്നു. എന്നോട് അവിടെ ഉണ്ടായിരുന്ന സോഫയിലിരിക്കാൻ പറഞ്ഞ് ഉമ്മ എൻ്റെ നേരെ എതിർഭാഗത്തുള്ള സോഫയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഉമ്മയോട് അസുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടും ഇത്തയുടെ മക്കളെ കാണാതായപ്പോൾ ഞാൻ ഉമ്മയോട് അവരെവിടെയെന്ന് ചോദിച്ചു. ഇക്കയുടെ അനിയത്തി പോകുമ്പോൾ ആർക്കും കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ചാവോ കൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഹർത്താലായതുകൊണ്ട് ഇന്ന് ക്ലാസ്സും ഇല്ലല്ലോ, അതുകൊണ്ട് പൊയ്ക്കോട്ടേന്ന് സഫിയും പറഞ്ഞു. നാളെ കാലത്തെ അവളുടെ ഭർത്താവ് ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇവിടെ കൊണ്ടുവന്ന് ആക്കിക്കോളും, ഉമ്മ പറഞ്ഞു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറി സഫിയ വന്നു. ഒരു നൈറ്റി ആവേശം, ഷോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നെ ഒന്ന് നോക്കിയ ശേഷം സഫിയത്ത അടുക്കളയിലേക്ക് പോയി. കുറച്ച് നേരം കൂടി അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പോകുന്നതിനായിട്ട് എഴുന്നേറ്റ്. അത്ര നേരം അവിടേക്ക് കാണാതെന്ന് സഫിയത പെട്ടെന്ന് അങ്ങോട്ട് വന്ന് എന്നിട്ട് പറഞ്ഞു, ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇതുവരെ ഞാനും കഴിച്ചില്ലല്ലോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ ഉമ്മയും നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. സഫിയത്ത വന്ന് TV ഓണാക്കി തന്നു. എന്നിട്ട് ഉമ്മയോട് റൂമിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. ഉമ്മ എഴുന്നേറ്റ് പോയി. ഞാൻ കുറേ നേരം TV കണ്ടു. പിന്നെ ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. സഫിയത്ത അടുക്കളയിൽ എന്തുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ പുറകിലൂടെ ചെന്ന് എത്തിയെന്ന് കെട്ടിപ്പിടിച്ചു. ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. പിന്നെ അത് വിടുവിച്ചു. എന്താ എന്നോട് പിണക്കാണോ? എന്തിനാ ഞാൻ നിന്നോട് വേണമെന്നേ? പിണക്കമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ എന്നോടൊന്നും മിണ്ടാതെ നടക്കുന്നേ? ആര് പറഞ്ഞു മിണ്ടുന്നില്ലെന്ന്? ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. ഓ ഓക്കെ, സമ്മതിച്ചു. എന്നാ ഞാൻ പിടിച്ചപ്പോൾ എന്തിനാ പിടിവിടുവിച്ചേ? അത് പിന്നെ സമയം നോക്കാതെ എങ്ങനെ ചെയ്താൽ എങ്ങനെ? ആരെങ്കിലും കണ്ടാൽ പിന്നെ ആകെ പ്രോബ്ലം ആവില്ലേ? ഓ അത്രേ ഉള്ളൂ. ഞാൻ ആകെ പേടിച്ചു പോയി. സഫിയത വീണ്ടും പണിയിൽ മുഴുകി. ഞാൻ അവിടെ തന്നെ നിന്നു. കാറിൽ വെച്ച് സഫിയത നല്ലതിലായിരുന്നല്ലോ. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുന്നേ, അപ്പോൾ പിന്നെ ആകാതിരിക്കുമോ? അപ്പോൾ പിന്നെ ഞാൻ നിർത്താൻ പറഞ്ഞപ്പോൾ ശരിക്കും എന്നോട് ദോഷം തോന്നിക്കാണൂല്ലേ? അത് പിന്നെ തോന്നാതിരിക്കുമോ? സാരല്ല, ഇത്ര എല്ലാ ദേഷ്യം ഞാൻ ഇന്ന് തന്നെ തീർത്ത് തരുന്നുണ്ട്. അതെങ്ങനെ? അതൊക്കെയുണ്ട്, എല്ലാം കാത്തിരുന്ന് കണ്ടോ. വെറുതെ എന്നെ കൊതിപ്പിക്കണ്ട കേട്ടോ. അത്രയ്ക്കും കൊതിയാ? എന്നാൽ ഇപ്പം തന്നെ അങ്ങ് തുടങ്ങിയാലോ. അതും പറഞ്ഞ് അടുക്കളയുടെ സ്ലാബിൽ എതിർവശത്തേക്കായിട്ട് ചാരി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കേട്ടോ. ഞാൻ ചെറുങ്ങനെ അതൊക്കെ കൊണ്ട് പരിപാടി തുടങ്ങി. സഫിയ അതൊക്കെ വേദനിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, കുറച്ച് വേദനയ്ക്ക് സഹിക്കണ്ടെത്താ. അങ്ങനെ കുറച്ച് നേരം ആ രണ്ടും ഇങ്ങനെ നല്ലപോലെ ആക്കിയതിന് ശേഷം കൈയൊക്കെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആള് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തേത്താ ഇവിടെ ഫ്രീ ആക്കി വെച്ചിരിക്കുന്നേ? അത് മുഴുവൻ നീ നനച്ചില്ലേ, അതുകൊണ്ട് അതങ്ങ് മാറ്റി. അതെന്തായാലും നന്നായി, ഇനി അത് മാറ്റേണ്ട സമയം ലാഭിക്കാമല്ലോ. ഞാൻ അതിൻ്റെ മുകളിലൂടെയൊക്കെ ഒന്നിതാക്കി. ഇത്തയുടെ കണ്ണുകൾ സുഖം കൊണ്ട് പതിയെ അടയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ എന്നിട്ട്
മതിയടാ, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഉമ്മയെങ്ങാനും വന്ന് കണ്ട പ്രശ്നമാകും. നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും മതി ഇതൊക്കെ എന്നെ സഫിയാത്ത പറഞ്ഞു. ഇത്തക്ക് പേടിയായതുകൊണ്ട് അങ്ങനെ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം എത്തിക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി ഞാനും പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. കുറച്ച് നേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം ഞാൻ ഹാളിലേക്ക് വന്നു. വീണ്ടും TV കാണാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എന്നോട് പോയി കൈ കഴുകി വരാൻ പറഞ്ഞു. അന്നേരം പോയി ഉമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാനും വന്ന് കഴിക്കാനായിട്ടിരുന്നു. കൂടെ ഉമ്മയും. സഫിയാത്ത ഞങ്ങൾ 2 പേർക്കും വിളമ്പി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈയൊക്കെ കഴുകി സോഫയിൽ വന്നിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കാനായിരുന്നു. ഉമ്മയുടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മി എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഇറങ്ങണ്ട, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയെന്ന് എന്നോട് ഉമ്മ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ മരുന്നുകളായി വന്നു. ഉമ്മ അതും വാങ്ങി കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം, കുറച്ച് ഡോസ് കൂടിയ മരുന്ന്. മോൻ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇല്ലമ്മ, എനിക്ക് പോകണം, ഞാൻ കുറച്ച് കഴിഞ്ഞിറങ്ങും. എന്നാൽ ശരി മോനെ, ഞാനൊന്ന് കിടക്കട്ടെ. മോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. ശരി ഉമ്മ. ഉമ്മ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. സഫിയാത്ത എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കുറച്ച് നേരം കിടക്കണമെങ്കിൽ ആ റൂമിൽ പോയി കിടന്നോ. കിടക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇത്തയുടെ കൂടെയാ. എന്താ നടക്കോ? നീ എന്താ പറയുന്നേ? ഈ താത്തു എന്ന് പറഞ്ഞെന്ന് വെറുതെ സമയം കളയണ്ട. ഇത്താക്ക് വേണമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പം പിന്നെ എന്തിനെങ്ങനെ വെറുതെ ഉള്ള സമയമൊക്കെ കളയണേ? എന്നാലും ഇല്ല. ഞാൻ ആ റൂമിലേക്ക് പോവാ. ഡോറെല്ലാം അടച്ചിട്ട് അങ്ങോട്ട് പോ. ഞാൻ അതും പറഞ്ഞ് റൂമിലേക്ക് നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരിക്കുക. ഞാൻ റൂമിൽ കയറി ഡോറ് പതിയെ ചാരിയിട്ടു. എന്നിട്ട് ആ ഷർട്ട് ഊരി അവിടെ ഉണ്ടായിരുന്ന ആയയിലിട്ടു. എന്നിട്ട് അവിടെ കയറി കിടന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ഞാൻ എഴുന്നേറ്റ് ഇത്തയുടെ കയ്യിൽ ഇതാക്കി. പിന്നെ ശക്തിയായിട്ട് തന്നെ ഒരിതങ്ങ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തയും പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ പരസ്പരം മത്സരിച്ച് തന്നെ അവിടെ പരിപാടി തുടങ്ങി. എന്തല്ലേ പിന്നെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഒന്ന് കണ്ണും പൂട്ടിന്ന് ആലോചിച്ച് കേട്ടോ. അധിക സമയം കളയാനില്ലാത്തത് കൊണ്ട് തന്നെ വേഗം പരിപാടി നടത്തുക ഞങ്ങൾ. കൊതിപ്പിച്ച് അങ്ങ് അറ്റം സ്വർഗ കവാടത്തിലേക്ക് വരെ ആനയിച്ച് കൊണ്ടുപോയി. പിന്നെ സുഖം കണ്ട ബഹളമായിരുന്നു അവിടെ. ഈ ബഹളമൊക്കെ കേട്ട് ഉമ്മ എങ്ങാനും എഴുന്നേറ്റ് വന്നാൽ എല്ലാം തീരും. അതുകൊണ്ട് ഞാൻ ഇത്തയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചു. എന്നിട്ട് ഇത്തയുടെ ചെവിയിൽ ബഹളം ഉണ്ടാക്കാതെ കിടക്കാൻ പറഞ്ഞു. തലയാട്ടി കുറച്ച് നേരം കൂടി നല്ലവണ്ണാക്കിയപ്പോൾ എനിക്ക് സെറ്റായിട്ടോ. അതങ്ങ് അവസാനം പോയി മോനെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒക്കെ സെറ്റായി റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഉമ്മയുടെ റൂമിൽ പോയി ഉമ്മ ഉണർന്നൊന്ന് നോക്കി. ഉണർന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും പുറത്തിറങ്ങി. കാറിൽ കയറി ഞാൻ. എന്നിട്ട് കാറോടിച്ച് ഗേറ്റിന് പുറത്ത് കിടക്കും വരെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സഫിയുമായുള്ള അതിനുശേഷം പിന്നെ അങ്ങോട്ട് കുറേ നാളത്തേക്ക് എനിക്ക് നിന്ന് തിരിയാൻ നേരം ഉണ്ടായിരുന്നില്ല. മിക്ക രാത്രികളിലും റുബീനയുമായിട്ടാണ് പതിവ്. ഇടയ്ക്ക് സഫിയാത്തയും വിളിക്കും. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് സഫിയാത്ത വീട്ടിൽ വരുന്ന സമയത്ത് ആരെ ഇതാക്കണമെന്ന് സംശയം എനിക്കിപ്പോൾ. റുബീനയുള്ള ബന്ധം അറിയാവുന്നത് കൊണ്ട് സഫിയാത്ത എനിക്ക് ഭയമില്ല. പക്ഷേ തിരിച്ചെങ്ങാനും അറിഞ്ഞാൽ അതിലുള്ള കാര്യമൊക്കെ പ്രശ്നം. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അതൊക്കെ ഒഴിവാക്കിയ എൻ്റെ പതിവ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി.
ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അതിനിടയിൽ സമീറത്തെയും മക്കളും ഗൾഫിലേക്ക് പോയിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലുള്ള കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ ഫാത്തിമ എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ മുഹമ്മദിക്ക അവിടെ ഉണ്ടായിരുന്നു. ഇക്കനോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പോകാൻ തിടുക്കുണ്ടെന്ന്. എന്നാ വിളിച്ച കാര്യം വേഗം തന്നെ പറയാമെന്നും പറഞ്ഞ് മുഹമ്മദിക്ക പറഞ്ഞു, നാളെ സമീറ വരുന്നുണ്ട്. എയർപോർട്ട് വരെ വണ്ടി ഓടിക്കാൻ എനിക്ക് വയ്യ. വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ച് വിടാമെന്ന് വെച്ചാൽ അവളും താഴെയുള്ള മോളും മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് ആരെയും വിശ്വസിച്ച് വിടാനും പറ്റില്ല. അതുകൊണ്ട് നീ ഒന്ന് പോയി അവളെ കൊണ്ടുവരാമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചേ. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാടാ. അവൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടൊക്കെ, ഞാൻ പോയി കൊണ്ടുവന്നോളാം. എപ്പോഴാണ് ഫ്ലൈറ്റ്? കാലത്ത് 5 മണിക്ക്. കുഴപ്പമില്ല, ഞാൻ പോയി പിക്ക് ചെയ്തോളാം. എന്താ ഇത്രമാത്രം വരുന്നേ? ആൾക്ക് തീരെ സുഖമല്ലടാ. അപ്പോൾ ഇവിടെ കോട്ടയ്ക്കലിൽ കുറച്ച് ദിവസം ഒഴിച്ച് നടത്താമെന്ന് വിചാരിച്ചു. താഴെയുള്ള കുട്ടിക്ക് 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനവിടെ നിർത്തി പോരാൻ പറ്റില്ലല്ലോ. ഇവിടെയാകുമ്പോൾ ഉമ്മയും റുബീനയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവനും ലീവില്ല. അവൻ അവിടെ ഉള്ളത് കൊണ്ട് മൂത്ത 2 പേരും അവിടെ നിന്നോട്ടെ എന്നും വെച്ചു. അവരുടെ ക്ലാസ്സും വെറുതെ കളയണ്ടല്ലോ. ശരിക്ക, ഞാൻ നാളെ കാലത്ത് തന്നെ വരാം. നീ കാറിൻ്റെ കീ കൊണ്ടുപോക്കോ. നാളെ കാലത്തെ വന്ന് കാറെടുത്ത് പോയാൽ മതിയല്ലോ. ശരിക്ക. കീ എടുത്ത് വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് കീയുമായി വന്നത് റുബീനയായിരുന്നു. അവളുടെ ഭർത്താവ് വന്നിരുന്നത് കൊണ്ട് അവൾ അയാളുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നാളെ അവളായിട്ട് ഇതാക്കിയിട്ട് 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ ഭർത്താവ് തിരിച്ചു പോണ കാര്യം പറഞ്ഞിരുന്നു. എന്നാലും പോയ ഉടനെ തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് അവളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല, ഭർത്താവ് വന്നപ്പോൾ ശരിക്കും ഒന്നതായിട്ടുണ്ടല്ലോ മോളെ. ഒന്ന് പതുക്കെ പറയടാ, അപ്പുറത്ത് ഉപ്പയുണ്ട്. ശരി. കീ വേണ്ടേ? കീ മാത്രമേ ഉള്ളോ? പിന്നെ എന്താ വേണ്ടേ മോൻക്ക്? എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോടി. അതൊന്നും ഇപ്പം പറ്റില്ല, നീ പോവാൻ നോക്ക്. നാളെ വന്നു കഴിഞ്ഞു പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ രാത്രി 12 മണി കഴിഞ്ഞ് വരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകാമല്ലോ. ശരി, ബാക്ക് സൈഡ് വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. എന്നാൽ ശരി, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോന്നു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. പതിവ് പോലെ വീടിന് പുറകിൽ വന്ന് റൂമിലേക്ക് മെസ്സേജ് അയച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ മറുപടി വന്നു. അടുക്കള വാതിൽ തുറന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ പതിയെ അടുക്കള വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. സ്ഥിരമായത് കൊണ്ട് തന്നെ അവളുടെ മുറിയിലേക്കുള്ള വഴി കാണാപ്പാടായിരുന്നു. ഞാൻ അവളുടെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കിടന്നു. അവിടെ എന്നെയും കാത്ത് റൂബീന ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അകത്ത് കയറി വാതിലടച്ച്. ഒരു പിങ്ക് നിറത്തിലുള്ള നൈറ്റി. കുറേ നാളായി കാണുന്നതിൻ്റെ ആക്രാന്തം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ അതോട് കൂടെ തന്നെ ഞങ്ങളുടെ പരിപാടി. പിന്നെ എല്ലാം അതൊക്കെ തന്നെ. തകർപ്പിനൊരു പരിപാടിയും കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങാൻ പോയി. 3 മണിക്ക് അലാറം വെക്കാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അതില്ലെങ്കിൽ പിന്നെ എഴുന്നേൽക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് അടുക്കള വാതിൽ പതിയെ തുറന്ന് ഞാൻ പുറത്ത് കിടന്നു. വീട്ടിലേക്ക് ചെന്ന് ഞാൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ എത്തി. കാറൊക്കെ എടുത്ത് സമീറത്തെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യാനായിപ്പോയി. കാലത്ത് നേരത്തോടായതിനാൽ റോഡിൽ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തി. അവിടെ ചെന്ന് അറൈവൽ ഡിസ്പ്ലേ നോക്കിയപ്പോഴാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ ആളുകൾ വരുന്നതിനടുത്ത് സമീറത്തെ കാത്തു നിന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സമീറത്തെ വരുന്നത് കണ്ടു. ഒരു മഞ്ഞ നിറത്തിലുള്ള ചുരിദാർ, ചേച്ചിയുടെ വേഷം. ആദ്യ നോട്ടത്തിന് ഞാൻ ഞെട്ടിപ്പോയി. നല്ല തടിയൊക്കെ വെച്ച് ശരിക്കും ഒരു സുന്ദരിയായിട്ടുണ്ടായിരുന്നു.
കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് എയർപോർട്ട് സ്റ്റാഫ് ആ ബാഗുള്ള ട്രോളി തള്ളിക്കൊണ്ട് വന്നത്. പുറത്ത് വന്നപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്നും ആ ട്രോളി വാങ്ങി. ഇത്താ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. പിന്നെ നീയാണ് എയർപോർട്ടിൽ വരാമെന്ന് ഉപ്പ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ട്രോളിയും കണ്ട് കാർ പാർക്ക് ചെയ്തിരുന്ന അവിടേക്ക് നടന്നു. ഞാൻ ഇത്തയുടെ മുന്നിൽ നടന്നോളൂ പറഞ്ഞു. സമീരത്തേടാ, അതൊക്കെ നല്ലപോലെ കാണാം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞ ഇത്തയെ കണ്ടപ്പോൾ തന്നെ ഞാൻ സെറ്റായിട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിനടുത്തെത്തി. ഇത്താക്കി ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. പക്ഷേ കുട്ടിയെ പിടിച്ച് കയറാൻ ഇത്തയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് ഞാൻ കുട്ടിയെ വാങ്ങിപ്പിടിച്ചു. ഇത്തവനെ കാറിൽ കയറിയതിന് ശേഷം ഞാൻ കുട്ടിയെ കൊടുത്ത് ബാക്ക് ഡോറും അടച്ച്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിക്ക് ചേച്ചി എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കുറച്ച് നേരത്തിന് ശേഷം ഇത്ത സീറ്റിൽ ചാരിക്കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഷോളൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ഞാൻ ആസ്വദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞെഴുന്നേറ്റ് കരയാൻ തുടങ്ങി. ഇത്തപ്പോൾ എഴുന്നേറ്റ് കുഞ്ഞിന് പാപ്പം കൊടുക്കാൻ തുടങ്ങി. ഷോളൊക്കെ വെച്ച് മൂടിയിരുന്നത് കണ്ട് എനിക്കിങ്ങനെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ അതിൽ കൂടെ ഇങ്ങനെ മിററിൽ കൂടെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. 8 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും വന്ന സമരത്തെ സ്വീകരിച്ചുകൊണ്ട് പോയി. ഞാൻ കാറിൻ്റെ ബാക്കിൽ നിന്നും ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചു. മുഹമ്മദിക്ക വന്നതിനോട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. പിന്നെ കുറേ ദിവസത്തേക്ക് ഞാൻ അവിടേക്ക് പോയില്ല. സമീരത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് റുബീനായിട്ടുള്ള അതും മുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസമായി അത് മുടങ്ങിയതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് സഫിയാത്തയുടെ കോൾ വരുന്നത്. അപ്പോഴാണ് സമീരത്ത് വന്നതിന് ശേഷം സഫിയാത്ത ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ ആലോചിച്ചത്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. സഫിയത്തേക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി എന്നോട് കാറായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ ചെല്ലാമെന്നും പറഞ്ഞു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുഹമ്മദിക്കയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്ന് സഫിയാത്ത വരുന്ന കാര്യം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ ബാത്റൂമെത്താൻ കാറിൻ്റെ കീ കൊണ്ടുവന്ന് തന്നു. ഞാനങ്ങനെ സഫിയത്തയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ സഫിയത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മയും മക്കളും അവിടെ അടുത്തുള്ളൊരു ബന്ധു വീട്ടിലേക്ക് പോയിരിക്കുക. ഞാൻ അകത്ത് കയറിയിരുന്നു. ഇത്താ ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് വന്നു. ഞാനത് വാങ്ങിപ്പിടിച്ച് പിന്നെ ഇത്തയെ പിടിച്ച് അവിടെ ഇരുത്തി. വേണ്ടടാ, അവരിപ്പോൾ വരും. വരുന്നവരെ ആവാലോ, കുറേ ആയിട്ട് പട്ടിണിയാണ് മോളെ. അതെന്തേ, റുബീന ഒന്നും തരണില്ലേ നിനക്ക്? സമീരത്ത വന്നതിന് ശേഷം ഒന്നും നടക്കണില്ല. എനിക്ക് അത്ര ബുദ്ധിമുട്ടാ. അതേത്താ, എന്നാ നീ ഇവിടെ ഇരിക്കേ, അവരെ അവിടെ നിന്നും ഇറങ്ങിയൊന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. താങ്ക്സ് എത്താ. താങ്ക്സ് ഒന്നും വേണ്ട, എന്നെ കുറേ സഹായിക്കുന്നതല്ലേ. നിനക്കൊരാവശ്യം വരുമ്പോൾ ഞാനും തിരിച്ച് സഹായിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാ. ശരി എത്താ, നീ പോയി ബെഡ്റൂമിൽ ഇരുന്നോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാനങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അവിടെ ബെഡിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്ത അങ്ങോട്ട് വന്നു. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലടാ, 1 അരമണിക്കൂർ കൂടി എടുക്കുമെന്ന് പറഞ്ഞ്. നിനക്ക് അത്ര സമയം പോരെ? മതി, ഇതാ വേഗം ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അതൊക്കെ പിടുത്ത് ആക്കി. ഒരു ചുവന്ന സാരി കേട്ടോ വേഷം. പിന്നെ എന്തായിട്ടായിരിക്കും സംഭവിക്കുകയല്ലേ. ഒട്ടും സമയം പാഴാക്കാനില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഞാൻ കാര്യത്തിലേക്ക് കടന്നു. കാര്യങ്ങൾ കണ്ണും പൂട്ടി നിങ്ങളൊന്ന് ആലോചിച്ചു കേട്ടോ. അങ്ങനെ തകർപ്പനെ സ്വർഗം കാണലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം അവസാനിച്ച് എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഹോളിൽ വന്നിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയും മക്കളും വന്നു. കുറച്ച് നേരം
അവിടെ ഉമ്മയോട് സംസാരിച്ചിരുന്ന്. അപ്പോൾ ഇത്തയും മക്കളും പോകാൻ റെഡിയായി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്ത എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സമീറത്തെ കണ്ടപ്പോൾ സഫിയത്ത് കാറിൽ നിന്നും ഓടിയിറങ്ങി ഇത്തെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കൂടി അവിടെ എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം കാറിൻ്റെ കീ മുഹമ്മദിക്ക് ഏൽപ്പിച്ച ശേഷം ഞാൻ അവിടെ നിന്നും ഇറങ്ങി. 2 ദിവസം കഴിഞ്ഞ് സഫിയത്തെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാൻ വേണ്ടി വീണ്ടും അവിടെ പോയി. വീടെത്തുന്നത് വരെ അത്യാവശ്യം നല്ല പിടുത്തൊക്കെ നടന്നു. സഫിയത്തയുടെ വീട്ടിൽ പോയി തിരിച്ച് വന്നപ്പോൾ മുഹമ്മദിക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നോട് നാളെ നീ ഒന്ന് സമീറെ കോട്ടയ്ക്കൽ വരെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. സാധാരണ ഇക്കയാട്ടോ പോകാറ്, പക്ഷേ നാളെ ലോഡ് വരുന്നത് കൊണ്ട് ഇക്കയ്ക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് കൂട്ടിനായി റുബീനയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരുന്നു. കാരണം ഇത്തേ കുഴിച്ചിനെ കിടത്തിയ പിന്നെ 4-5 മണിക്കൂർ കഴിഞ്ഞ് വരും. അതുവരെ ഞാനും റുബീനയും മാത്രം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇക്കയുടെ വീട്ടിലെത്തി. കോട്ടയ്ക്കലിലേക്ക് ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. ബാഗും മറ്റും സാധനങ്ങളുമായി റുബീന ആദ്യം ഇറങ്ങിയത്. ഞാൻ അവളെ ഒന്ന് നോക്കി. ഒരു കള്ളച്ചിരി ചിരിച്ചു. അവൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ സമീറത്ത വരുന്നത് അത് കണ്ടപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇത്തയുടെ കയ്യിൽ കുട്ടിയുണ്ടായിരുന്നു. കുഞ്ഞായതിനാൽ എത്ര അധികം സമയം അമ്മയെ പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞിനെ കൂടെ കൂട്ടുന്നത്. എൻ്റെ മുഖത്ത് ഇല്ലാതാവുന്നത് കണ്ട റുബീന എന്നെ നോക്കി ഒന്ന് കണ്ണടിച്ചു. അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. സമീറത്തെയും റുബീനയും ബാക്ക് സീറ്റിലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെൻട്രൽ മിററിലൂടെ 2 പേരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സമീറത്തയുടെ മോനുണർന്ന് കരയാൻ തുടങ്ങിയത്. ഇത്താ പർദ്ദയാ. അതിനുള്ളിൽ എന്താണെന്നറിയില്ല. കുഞ്ഞ് കരഞ്ഞു തുടങ്ങിയപ്പോൾ ഇത്താ ഞൊടിയിടയിൽ അതിൻ്റെ മുകളിലത്തെ 1-2 ബട്ടൺ മാറ്റി അതൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് അതിങ്ങനെ വായിലാക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അതെനിക്കിങ്ങനെ കാണാൻ പറ്റി. നല്ല രീതിക്കുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെത് എണ്ണീട്ടില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റൊക്കെ ചെയ്തു. അപ്പോഴാണ് അതൊക്കെ കണ്ടിങ്ങനെ സെറ്റാവുമ്പോൾ അത് സ്റ്റാൻഡ് പിടിച്ചാൽ മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ആ യാത്രയിലൂടെ കോട്ടയ്ക്കലിലേക്ക് പോകുന്നതിലൂടെ ഞാനിങ്ങനെ എല്ലാം പിടിച്ചു നിർത്തുന്നതിലൂടെ നമ്മുടെ കഥയോടെ അവസാനിക്കുക. അപ്പോൾ അവർ കോട്ടയ്ക്കൽ വൈദ്യശാലയിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ പറയുന്നത് അതൊരു സുഖമല്ലേ. അപ്പോൾ വേഗം തന്നെ അടുത്ത് എന്താ സംഭവിച്ചെന്ന് കേൾക്കാവേ. അതുവരെ നല്ല ഒരു ബൈ.